ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു ചക്ക കൊണ്ടുള്ളൊരു വിഭവമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്രിസ്പി ആയിട്ട് നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ. അപ്പം നമ്മൾ അതിനായിട്ട് ആദ്യം പച്ച ചക്കയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചക്ക കുരു കളഞ്ഞ് ചുള മാത്രമായിട്ട് എടുത്തത്. ഞാനും മോനും കൂടിയിട്ടാണ് നന്നാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ആദ്യം പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലേക്കിട്ട് ഒന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ നമുക്കിതൊന്ന് മുഴുവനായിട്ടിലേക്ക് കട്ട് ചെയ്തെടുത്ത് നമ്മളിത് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഞാനൊരു മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് ടൈറ്റാക്കി കൊണ്ടുവരണം, അതിന് വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി, ഒരര സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരല്പം കരിവേപ്പിൻ്റെ ഇല, നല്ല ജീരകം, കരിവേപ്പിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുത്തു. കുറച്ച് ജീരകം, നല്ല ജീരകമാണ് കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ് പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഒട്ടാത്ത പരുവായിരിക്കും കിട്ടണം. വെള്ളം കൂടാൻ പാടില്ല. നമ്മൾ പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആ ഒരു ചക്ക അരച്ചാൽ തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വലിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരല്പം അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് കുഴയ്ക്കും തോറും ലൂസായി വരുന്നുണ്ട്. അപ്പോൾ അല്പം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ക്രിസ്പിയായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരിപ്പൊടി ഇതിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തപ്പം കയ്യിലിങ്ങനെ ഒട്ടി വന്നപ്പോൾ ഞാനൊന്ന് കൈ കഴുകിയ ശേഷം പിന്നെ ഒരല്പം വെളിച്ചെണ്ണ അതിന് മേലെ തടവി കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് നമ്മൾ ചക്ക മാവ് നമ്മൾ സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ ഒട്ടൂല. അപ്പം ഇങ്ങനെ നമ്മളിത് ഫില്ലാവോളം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പാത്രം നിറയോളം നമ്മളതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നീക്കി ഒരുപാട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പ് തന്നെ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതൊന്ന് ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ച് ഒരു റെഡിഷ് കളർ ആവുന്നത് വരെ നമുക്കങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ വെളിച്ചെണ്ണയൊന്നും ആവുന്നില്ല, നമുക്ക് കുറഞ്ഞ വെളിച്ചെണ്ണേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റെഡിഷ് കളറാകുമ്പോൾ നമ്മളിങ്ങനെ കോരിയെടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് അപ്പം നമ്മുടെ ചക്കപ്പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കിലുകിലേ ശബ്ദം വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പൊക്കവട, ചക്കയുടെ ടേസ്റ്റുള്ള പൊക്കവട തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള പൊക്കവട നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് കമൻറ്റ് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്, ടാറ്റാ, സീ യു.